സുഭാഷ് ബ്രോക്കറോട് പറയും, ആ ഡിവോഴ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ച് നോക്കൂ. ബ്രോക്കർ പറയും, അത് വേണോ? ആ കുട്ടി നിന്നേക്കാൾ ഒരു വയസ്സ് കൂടുതലുണ്ടാകാനാണ് സാധ്യത. സുഭാഷ് പറയും, അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു കല്യാണം നടന്നാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് സുഭാഷിനെ ഫോൺ വിളിക്കുകയാണ് ബ്രോക്കർ. സുഭാഷിനോട് ചോദിക്കും, ഇന്ന് നമുക്ക് പെണ്ണ് കാണാൻ പോയാലോ? സുഭാഷ് ചോദിക്കും, ഇന്നോ? ആ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം നടത്താലോ. സുഭാഷ് പറയും, ഓക്കെ, എന്നാൽ വരാം. നിങ്ങൾ ആരൊക്കെ ഉണ്ടാവുക? അനിയന്മാരും പിന്നെ അനിയൻ്റെ ഭാര്യയും അച്ഛനും. സുഭാഷ് പറയും, ഇല്ല, അവരൊന്നും വരില്ല, അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ പോയി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അവരെയും കൊണ്ടുപോയാൽ മതിയല്ലോ, പിന്നെ അവരെങ്ങാനും കാണുകയാണെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും പറയണ്ട. നിധിയും നികേഷും സുധീഷും കൂടെ ബസ് സ്റ്റോപ്പിലെ ബസ്സിന് കാത്ത് നിൽക്കുകയാണ്. നികേഷാണെങ്കിൽ തിരിഞ്ഞ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സുധീഷ് നിധിയോട് പറയും, കേട്ടോ നിധി, ഇവിടെ പണ്ട് സെൻറ്റിന് 2 ലക്ഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ സെൻറ്റിന് 30 ലക്ഷമൊക്കെ. ഞാൻ ഫ്രണ്ട്സിനെയും കൂട്ടി ഇവിടെ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. നിധി പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ? ഭയങ്കര ബോറടിയായി ഇയാളുടെ വർത്തമാനം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് നടക്കാത്തതിൽ ടെൻഷനായിട്ടിരിക്കുക. സുധീഷ് പറയും, ആണോ? അപ്പോഴല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടത്, എന്നാലല്ലേ മനസ്സൊന്ന് റിലാക്സ് ആവും. ഒന്ന് ചിരിക്കും നിധി. നിധി നാക്കിയിട്ട് പറയും, ഇത് മതിയോ? അല്ല, ഇത് ഫേക്കായിട്ടുള്ള ചിരി, ശരിക്കുള്ള ചിരി ഒന്ന് ചിരിച്ചൂടെ? നിധി ചിരിക്കുന്ന പോലെ ഒന്ന് കാണിക്കും. സുധീഷ് നികേഷിനെ നോക്കുമ്പോൾ നികേഷ് ഇങ്ങനെ പിറകോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നികേഷിനൊരിക്കുക, എന്താടാ? നികേഷ് പറയും, ആ പെൺകുട്ടി എന്നെ തന്നെയാണോ നോക്കുന്നതെന്നൊരു സംശയം. സുധീഷ് അങ്ങോട്ട് നോക്കിയിട്ട് നികേഷിനോട് പറയും, നിന്നെ തന്നെയാ, പോയി സംസാരിക്കടാ. നിധി പറയും, നിങ്ങളെന്തിനാ അവനെ നിർബന്ധിക്കുന്നത്? അവന് സംസാരിക്കാൻ തോന്നുമ്പോൾ അവൻ പോയി സംസാരിച്ചോളും. സുധീഷ് പറയും, എന്നാലും ഇവളെന്തിനാ ഇവനെ നോക്കുന്നത്? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ. നിധിക്കും, എന്താ അവനൊരു കുഴപ്പം? നിധി സുധിയെ കളിയാക്കി ഓരോ കാര്യം പറയും ഇങ്ങനെ. നികേഷിനെ സംസാരിക്കാൻ അങ്ങോട്ട് പറഞ്ഞയക്കാണ് സുധീഷ്. ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ വരുമ്പോൾ നിധി അതിൽ കയറിപ്പോവും. കുറച്ച് കഴിയുമ്പോഴേക്കും തോമസ് ഏട്ടൻ കാറും കൊണ്ടുവരും. എടാ സുധീഷേ, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? സുധീഷ് പറയും, വരുന്നു തോമസ് ഏട്ടാ. അതും പറഞ്ഞ് ആ കാറിൽ കയറിയിട്ട് സുധീഷ് പോവാണ്. നികേഷ് ആ പെൺകുട്ടിയോട് പോയി ചോദിക്കും, ഒരു കാര്യം ചോദിക്കട്ടെ, തെറ്റായി എടുക്കില്ലല്ലോ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെൺകുട്ടി പറയും, ഉണ്ട്, ഞാൻ നോക്കിയത് നിങ്ങളെ ചേട്ടനോട് എനിക്കൊന്ന് സംസാരിക്കേണ്ടിയിരുന്നു, നമ്പർ കിട്ടിയാലും മതി. ഇത് കേൾക്കുമ്പോൾ നികേഷിന് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. ബ്രോക്കറും സുഭാഷും കൂടെ ഒരു ഹോട്ടലിലെ പെൺകുട്ടിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പെണ്ണങ്ങോട്ട് വന്നിട്ട് സുഭാഷിനെ പരിചയപ്പെടും. സുഭാഷിനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഒത്തുപോകാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്. ആദ്യമൊന്നും അയാളും സമ്മതിച്ചില്ലായിരുന്നു, ഇപ്പോൾ അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അയാൾക്കും വീട്ടിൽ കല്യാണാലോചന നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ അയാളുടെ കല്യാണത്തിന് മുന്നേ എനിക്ക് കല്യാണം കഴിക്കണം. സുഭാഷിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, എൻ്റെ താഴെ 3 അനിയന്മാരാണ് ഉള്ളത്, പിന്നെ അച്ഛൻ, ഒരനിയൻ്റെ ഭാര്യ. എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അനിയന്മാരാ. അവർക്കും ഞാനില്ലാതെ പറ്റില്ല. ഈ ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. സുഭാഷ് ഈ കല്യാണത്തിന് ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. വൈകുന്നേരം വീട്ടിൽ നികേഷ് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. നിധി ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. നികേഷിൻ്റെ മുഖം കാണുമ്പോൾ നിധിക്കും, എന്താ പറ്റി? നികേഷ് എന്തോ പറയാൻ തുടങ്ങുമ്പോൾ സുധീഷ് അങ്ങോട്ട് വരികയാണ്. അപ്പോഴേക്കും നികേഷ് അത് നിർത്തും. സുധീഷയ്ക്ക്, എന്തായി രാവിലത്തെ കാര്യങ്ങളൊക്കെ? നികേഷ് ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സുധീഷ് ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ നികേഷ് ഒന്നും പറയുന്നില്ല. നിധി ലാപ്ടോപ്പൊക്കെ എടുത്തു വെച്ചിട്ട് നിധിയും കൂടെ ചോദിക്കണം. നികേഷ് പറയും, ആ പെൺകുട്ടിക്ക് എന്തിനാ എന്നോടല്ലോ സംസാരിക്കേണ്ടത്? സുധീഷ് ചോദിക്കും, പിന്നെ ആരോടാ? ചേട്ടനോട്. സുധീഷ് ചേട്ടനാണ് പോലും ആൾ നോക്കിയത്. സുധീഷ് ചോദിക്കേ, എന്നെയോ? ആ അതെ, സുധീഷ് ചേട്ടൻ്റെ നമ്പർ കിട്ടുമെന്നും ചോദിച്ചു. നേരിട്ട് സംസാരിക്കാനുള്ള മടി കൊണ്ടാണ് അത്രേ. ഇത് കേൾക്കുമ്പോൾ സുധീഷ് പൊട്ടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, എന്നെ നോക്കാനും പെൺകുട്ടികളൊക്കെ ഉണ്ട്, എന്നിട്ട് നീ നമ്പർ കൊടുത്തടാ. നികേഷിൻ്റെ അടുത്ത് പോയിട്ട് സുധീഷ് ചോദിക്കും, എടാ, എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ? നികേഷ് ചോദിക്കും, സുധീഷ് ചേട്ടൻ എന്താ ഭ്രാന്തുണ്ടോ? സുധീഷ് പറയും, എടാ, നമ്മളെ വേണ്ടാത്തവരുടെ പിന്നാലെ നടക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കാണാതെ പോകാൻ പാടില്ലല്ലോ. നിധിക്കാണെങ്കിൽ സുധീഷ് ഈ പറയുന്നതൊന്നും ഇഷ്ടാവുന്നില്ല.